നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട പ്രതി സുരേഷ് കുമാറിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ജയിലിൽ വെച്ചായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടത്തുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഞായറാഴ്ച രാത്രിയാണ് കേരള എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ശ്രീകുട്ടിയെ പ്രതി സുരേഷ് കുമാർ പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടത്. തള്ളിയിടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ചു. ഈ ദൃശ്യങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. അപകട സ്ഥലത്ത് നിന്ന് ശേഖരിച്ച രക്തക്കറകൾ, സംഭവ സമയം പെൺകുട്ടിയും പ്രതിയും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അടക്കമുള്ളവയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി കോടതിയിൽ നൽകിയത്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി സുരേഷ് കുമാറിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്തണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം മജിസ്ട്രേറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടത്തുക. ട്രെയിനിൽ നിന്ന് വീണ ശ്രീകുട്ടിയെ രക്ഷിച്ച് രണ്ടുപേരുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം. കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയുള്ള ബാറിൽ നിന്ന് മദ്യപിച്ചാണ് സുരേഷ് കുമാർ ട്രെയിനിൽ കയറിയതെന്നാണ് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ മൊഴി. ഈ ബാറിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കും. ഇതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം തലയ്ക്ക് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തി. ന്യൂറോളജി, ന്യൂറോ സർജറി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ ശ്രീകുട്ടിയെ പരിശോധിച്ചു. തലയിലേറ്റ ഗുരുതര പരിക്ക് ഭേദമാക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർമാർ. കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു. RPF ആണ് അന്വേഷണ സംഘത്തിന് CCTV ദൃശ്യങ്ങൾ കൈമാറിയത്. സുരേഷും ശ്രീകുട്ടിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ദൃശ്യങ്ങളിൽ അർച്ചനയും ഒപ്പമുണ്ട്. തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച രാത്രി 8:30 കഴിഞ്ഞ് വർക്കല ഭാഗത്ത് വെച്ചായിരുന്നു ഈ അതിക്രമം ഉണ്ടായത്. തിരുവനന്തപുരം പാലോട് സ്വദേശിനിയാണ് ശ്രീകുട്ടി. ശൗചാലയത്തിൽ പോയി മടങ്ങിയ പെൺകുട്ടിയെ തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാർ ചവിട്ടി പുറത്തേക്ക് വീഴ്ത്തുകയായിരുന്നു. വാതിൽക്കൽ നിന്ന് മാറാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് ആക്രമിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ തീവണ്ടിയുടെ വാതിൽക്കൽ വെച്ച് കാര്യമായ വാക്കുതർക്കം നടന്നതായി സഹയാത്രികർ പറയുന്നില്ല. മദ്യലഹരിയിലായിരുന്നു തന്റെ പ്രവൃത്തിയെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇയാൾ മൊഴി മാറ്റി പറയുന്നുണ്ട്. അതേസമയം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വേദനയോടെ ശ്രീകുട്ടിയുടെ അമ്മൂമ്മ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അമ്മൂമ്മയുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഞാൻ കണ്ടില്ല, കയറ്റിയില്ല. ആകെ ഒരാളെയൊക്കെ അവർ കയറ്റിയുള്ള ആരെയും കയറ്റിയില്ല. ഞാൻ വെളിയിൽ നിന്ന് മക്കളെ കയറ്റി. അയ്യോ, 18 കഴിഞ്ഞ് 19 വയസ്സ്. എന്റെ അടുത്തോട്ട് വന്നതാണ് അവർ രണ്ടുപേര്. വന്ന സമയത്ത് മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ കയറി വഴിയിൽ കയറി. എന്താ ചെയ്തു മക്കളെ? എന്തൊരു എനിക്ക് വയ്യ മിനി. എനിക്ക് അറിഞ്ഞൂടാ പൊന്നെ. എനിക്ക് എന്തൊരു പറ്റിയെന്ന് അറിഞ്ഞൂടാ മോനോട്ടാന്ന്. അയ്യോ, വന്ന് കിടന്ന് കരയട്ടെ അപ്പൂസേ. എന്റെ പൊന്നോക്കളെ വെക്കാതെ വളർത്തിയതാണ് ഈ കൊച്ചിന്റെ സഹോദരൻ. അവൻ വരണേ ഉള്ളേ ജോലി സ്ഥലത്ത്. അവൻ ഈ കൊച്ചിന്റെ വീട്ടിൽ സോനാന്നാണ് വിളിക്കണേ. അവന്റെ സഹോദരിക്ക് എന്ത് പറ്റിയെന്ന് അവൻ വിളിച്ചാൽ ശ്രദ്ധിക്കണേ. എന്റെ പൊന്നു മക്കളെ, ഈ ചാനലിൽ ഒന്നും കിടന്ന് അലയ്ക്കാനും പറയാനും വയ്യ. അങ്ങനത്തെ മാനസികാവസ്ഥയിലല്ല. സത്യം പറയണമെങ്കിൽ ഈ ചാനലുകളിലൊക്കെ പറഞ്ഞ ഉപയോഗം ഇങ്ങനെ ന്യൂസ് കൊടുക്കാനോ അതല്ലേ ഉള്ളൂ. എന്റെ കുട്ടി ഞങ്ങളുടെ പാവങ്ങളാണ്. ആ കൂലിപ്പണി ഇന്നും കൂലിപ്പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് വന്നതാണ്. വീട്ടിൽ വന്നൊരു ഇട്ട് കൊണ്ടുപോയി വന്ന വരവാണ്. ഞാൻ കൂലിപ്പണി, പടക്കിന്റെ പണി, കരിമരുന്നിന്റെ പണി, സത്യത്തിന്റെ പണി. ഞാൻ അധർമ്മം ചെയ്യൂല. എന്റെ മഹാപാപേശ്വരന്റെ നിലനിർത്തി ഞാൻ അധർമ്മം ചെയ്യൂല. എന്റെ കുട്ടിയെ ഈ മഹാപാപം ചെയ്തവന്റെ മാംസം നശിച്ചു പോകും മക്കളെ. അത് സത്യമാണ്. എന്റെ ജീവൻ കൊടുക്കും ഞാൻ. എന്റെ ഭഗവാൻ എന്റെ ജീവൻ കൊടുക്കും ഞാൻ. എന്റെ മോളെ എന്റെ മോക്ക് തിരിച്ചു കൊടുക്കട്ടെ. 68 വയസ്സായി എന്റെ ജീവൻ ഞാൻ ഭഗവാന് ഞാൻ കൊടുക്കാം. എനിക്കത് പറയാനേ ഉള്ളൂ. ഇതിനു മുമ്പ് കണ്ടുപോലും പരിചയമില്ലാത്ത ആളാണ്. ഒരു കണ്ടും പരിചയമില്ല. അവന് ഈ ട്രെയിനിൽ കയറുന്ന യാവനെ പരിചയമുണ്ട്. ഇവനൊക്കെ കഞ്ചാവും വലിച്ച് കുപ്പി അടിച്ച് പെണ്ണുങ്ങൾ കയറുന്നിടത്ത് ലേഡീസിൽ കയറി വരും.
കയറി വന്ന ഈ ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ അന്വേഷണത്തിന് ഏത് ഉദ്യോഗസ്ഥന്മാര് ശമ്പളം സർക്കാരിന്റെ ശമ്പളവും പറ്റി രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്ത് അവന്മാര് വായി നോക്കി ഇരിക്കുന്ന ഇവനെയൊക്കെ ആർക്കണം ഉദ്യോഗസ്ഥന്മാരെന്നും പറഞ്ഞ് അവന്മാര് കൃത്യനിഷ്ഠയോടെ അവന്മാരെ ജോലി ചെയ്യുന്നുണ്ടാ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വരുമോ? ഒരു ലേഡീസിലും വേണ്ടേ ഒരു ചെക്കിങ്? ഇടയ്ക്കെങ്കിലും ചെല്ലണ്ടേ? അവിടെ ഇരിക്കുന്ന എന്ത് സുരക്ഷിത വേണ്ടേ? മന്ത്രിമാർക്ക് പോവാൻ വേണ്ടി മാത്രം ഉണ്ട് നല്ല നല്ല അടച്ചുറപ്പുള്ള നല്ല സെക്യൂരിറ്റി. അവർക്ക് മാത്രമേ ജീവനിൽ പേടിയുള്ളൂ. മറ്റൊരെല്ലാം പട്ടിയാണ്. 5 മാസത്തിലെ പട്ടി ജനിക്കും പോലെ മക്കളെ ജന്മം കൊടുത്തിട്ടേക്കണത് തന്നെ. എനിക്കറിയാൻ പയ്യ, ഞാൻ ഒരു പോലീസിനെ കണ്ടില്ല. ഏതൊക്കെ പോലീസ് വന്ന് എന്റെ അടുത്ത് എനിക്ക് ആരോടെ ഒന്നും പറയാനില്ല. അനുഭവിക്കുന്നതും കഷ്ടപ്പെടുന്നതും നഷ്ടപ്പെടുന്നതും പാവപ്പെട്ട എന്നെ പോലെയുള്ള അമ്മാമ്മമാർക്ക് കൊച്ചുമക്കള്. ചാനലുകാർക്കുണ്ടോ ദുഃഖം? ഇല്ല. ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് 10 ലൈക്ക് കിട്ടുമല്ലോ. ഞാനിവിടെ തന്നെ, ഞാനും എന്റെ ഫോൺ വഴി ഇഷ്ടം പോലെ ഞാൻ ജോലി വൈകിട്ട് വന്ന് കിടക്കണം. ഇതാണല്ലോ നമുക്ക് ആവശ്യം. അല്ലാതെ നാട്ടിൽ കിടക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ, ഈ മഹാരോഗികളെ ഇങ്ങനെ കഴിഞ്ഞാൽ ഏവനെങ്കിലും പിന്നെ ഇത് ചെയ്യുവോ? ടീച്ചറുള്ള ആണെന്ന് പറഞ്ഞ് ജനിക്കുന്ന ഒരുത്തനും അത് ചെയ്യൂല. ഒരു പെണ്ണിന്റെ അടുത്ത് പീഡിപ്പിക്കൂല. ഇമാതിരിയുള്ള ദുഷ്ടതരം ചെയ്യൂല. വീടുകാരി ഒന്നിനെ കൊല്ലൂല. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നിയമം മാറി വരണം. ഇവനെയൊക്കെ തൂക്കിലേറ്റണം, പരസ്യമായിട്ട് തൂക്കണം. അവന് ആണുങ്ങൾ പോലെ. എന്നാലേ എല്ലാവരും മുട്ടടിച്ച് മര്യാദയ്ക്ക് നിൽക്കും. ഇല്ലെങ്കിൽ ഓരോ പെണ്ണിനെയും ഓരോ അവസ്ഥയിലും ഓരോ തലത്തിലും ഇവനൊക്കെ കൊല ചെയ്ത് എന്നെ പോലെയുള്ള പാവപ്പെട്ട കുടുംബത്തിലെ മക്കളെ